പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു ദൈവത്തിൻ്റെ ഭാഗം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 62-ാം സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങൾ. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവനെ നോക്കി മൗനമായിരിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി നൽകണമെങ്കിൽ നാം വളരെ ക്ഷമയോടെ, താഴ്മയോടെ, വിനയത്തോടു കൂടി നാം ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് സർവശക്തനായ ദൈവം എൻ്റെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ നിങ്ങളിൽ നിന്ന് വരുന്നു. മനുഷ്യൻ എപ്പോഴും വളരെ ധൃതി പിടിച്ച് തൻ്റെ കാര്യങ്ങൾ നടക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. നാം എത്രമാത്രം ധൃതി പിടിച്ചാലും ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യത്തുള്ളൂ. മനുഷ്യൻ തിരക്ക് കൂട്ടും തോറും മനുഷ്യൻ നിരാശനായി മാറും. എന്നാൽ നാം തിരക്ക് കൂട്ടാതെ സഹിഷ്ണുതയോടെ ദൈവത്തിൽ ഇത് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് ദൈവം നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ വഴികളെ നൽകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് സങ്കടങ്ങൾ ഏറെയുണ്ട്, മനുഷ്യർക്കാർക്കും പരിഹരിക്കാൻ കഴിയില്ല. എന്നാൽ നിൻ്റെ സങ്കടങ്ങളെ പരിഹരിക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന് വേണ്ടി നീ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവിടെയാണ് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. ഹല്ലേലൂയ. പല നാളുകൾ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പല നാളുകൾ നീ ദൈവത്തിന് മുട്ടിപ്പായി ചോദിച്ചു, പലതും നിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. പക്ഷേ അവിടെല്ലാം നീ നിരാശപ്പെട്ടു പോവുകയാണ്. ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ കണ്ണുനീര് മാത്രം. അതുകൊണ്ട് വചനം പറയുന്നു, കുലുങ്ങാതിരിക്കുക. ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴും വലിയ വലിയ വിഷയങ്ങൾ വരുമ്പോഴും കുലുങ്ങിപ്പോകാതെ നമ്മൾ പാറയാം യഹോവയിൽ, ശാശ്വതമായ പാറ അഥവാ കർത്താവായ യേശുക്രിസ്തുവിൽ നാം ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ അതിജീവിപ്പാൻ കർത്താവ് നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങളുടെ വഴികളെ തുറന്നു തരും. ഹല്ലേലൂയ. ജീവിതത്തിൽ നിരാശകൾ എന്ന് പറയുന്നത് അത് നമ്മൾ അറിഞ്ഞും അറിയാതെയും കടന്നു വരാം. അത് വ്യത്യസ്തമായ നിലകളിലാണ്, വിവിധ നിലകളിലാണ് നമ്മെ ഭാരപ്പെടുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവ് പറയുന്നത്, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അതെ, നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, യേശു നിന്നെ നിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നീ വേദനിച്ച, നൊമ്പരപ്പെട്ട, കണ്ണുനീർ തൂകിയ, രാത്രിയുടെ യാമങ്ങളിൽ നിൻ്റെ കിടക്കെ കണ്ണുനീർ കൊണ്ട് നനച്ച അനവധി വിഷയങ്ങളുടെ മേൽ സ്തോത്രം. ഹല്ലേലൂയ. യേശു ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയും. പക്ഷെ നമ്മളത് വിശ്വസിച്ച് നാം ദൈവത്തിൽ ഏൽപ്പിക്കപ്പെടാണ്. ഹല്ലേലൂയ. അവിടെ ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇത് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ നീ ഒരു കാരണവശാലും ദുഃഖിക്കപ്പെടേണ്ടി വരും. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. അതായത് നിൻ്റെ സകല പ്രശ്നങ്ങളും കേൾക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നിരാശകൾ നിൻ്റെ ജീവിതത്തെ തകർത്ത് കളയരുത്. അത് മുഖാന്തരം നീ കണ്ണീരിലേക്ക് പോകരുത്. നിൻ്റെ കുടുംബം അരാജകത്വത്തിലേക്ക് പോകാതെ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനവധി ആളുകൾ അവരുടെ സങ്കടങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ തളർന്ന അവശനായി മാറരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ തളർച്ചയിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ കഴിയുന്ന ഒരു യേശു ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, നീതിയെ വെളിപ്പെടുത്താൻ കഴിയുന്നത്. അത് ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിനായിട്ട് നീ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ രക്തം ചെയ്യും. അത്ഭുതങ്ങളുടെ ഉറവിടമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മഹാസാന്നിധ്യം, ഹല്ലേലൂയ, നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല
എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ ഒന്ന് സ്തോത്രം പറയാമോ? അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിൻ്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ യേശു ആഗ്രഹിക്കുക. രക്തം ചെയ്യും. അപ്പോൾ ജോസഫ് ക്രിസ്തുവായ അഥവാ യഹോവയായ ദൈവത്തിൽ അടിസ്ഥാനമിട്ടതുകൊണ്ട് താൻ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ, പഴയ നിയമത്തിൽ ചിന്തിക്കുമ്പോൾ യഹോവയായ ദൈവത്തിൽ തന്നെ തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചതുകൊണ്ട് പരീക്ഷകൾ കടന്നു വന്നപ്പോൾ ആ പരീക്ഷകളെ മുഴുവൻ അതിജീവിക്കുവാൻ ജോസഫിന് കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്കും പരീക്ഷകൾ കടന്നു വരാം. ഹല്ലേലൂയ. പരീക്ഷകൾ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും പതറിപ്പോകാതെ യേശുവിന് വേണ്ടി തന്നെയാണ് ജീവിതം കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കർത്താവിന് അത്ഭുതത്തിൻ്റെ കരം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും. രക്തം ചെയ്യാം. ഞാൻ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെപ്പോലൊക്കെ തന്നെ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശയെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വരരുത്. വചനം പറയുന്നത് യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവൻ്റെ ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലിൽ കുടുങ്ങുകയും ചെയ്തുവെന്ന് യോസേപ്പിനെ കുറിച്ച് പറയുക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവവചനം രേഖപ്പെടുത്തിയതുകൊണ്ട് യോസേപ്പിൻ്റെ ജീവിതത്തിൽ പരിശോധനകൾ വന്നപ്പോൾ, പരീക്ഷകൾ വന്നപ്പോൾ അവയെല്ലാം യോസേപ്പ് അതിജീവിച്ചു. ഇന്ന് പകൽ ശ്രോതാവേ, പരീക്ഷ, പരിശോധന, രോഗങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, കണ്ണുനീരുകൾ അവയെല്ലാം നമുക്ക് ജീവിതത്തിലുള്ളതാണ്. ഹല്ലേലൂയ. അവയെല്ലാം നിനക്ക് കടന്നു വരുമ്പോൾ അതിനകത്ത് നീ ജീവിതം തകർന്ന് തരിപ്പണമായി മാറാതെ, ഒരു താളടിയായി മാറാതെ അവിടെ നീ വിജയശ്രീലാളിതനായി മാറണം. യേശു കാൽവരി ക്രൂശിൽ സാത്താൻ്റെ തലയെ തകർത്തു. നിൻ്റെ പാപത്തെയും നിൻ്റെ രോഗത്തെയും നിനക്കുള്ള ബന്ധനത്തെയും നിനക്കുള്ള എല്ലാ പോരുകളെയും നീക്കിക്കളഞ്ഞിട്ട്, ഹല്ലേലൂയ, നിന്നെ സ്വതന്ത്രനാക്കുവാൻ വേണ്ടിയാണ് യേശു സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവ് നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ആഗ്രഹിക്കുക. യേശുവിന് വേണ്ടി നിൻ്റെ ഹൃദയം കൊടുക്കാമോ? ഇതുവരെയും നീ യേശുവിന് വേണ്ടി നിൻ്റെ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ നീ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിന്നോട് ഇടപെടുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ ജനത്തെ ഏൽപ്പിക്കുന്നു. വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരുകളും എല്ലാ പ്രതിസന്ധികളും നടുവിലെ തളരാതെ ഈ ജനത്തിന് കർത്താവേ ആശ്വാസത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുവാൻ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.